ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ സ്ക്യൂബ് ഫാമിലി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇപ്പോൾ ഏകദേശം രാവിലെ 5 മണിയായി. അപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് ഗുരുവായൂർ പോകാനുള്ള ഒരുക്കത്തിലാണ്. ഞാൻ എഴുന്നേറ്റ് ഫ്രഷായി നിർമ്മാണം തൊഴിലെന്ന് വിചാരിച്ച പക്ഷേ ടയർഡായതുകൊണ്ട് എഴുന്നേറ്റു. പക്ഷേ കറക്റ്റ് 4 മണിക്ക് എഴുന്നേറ്റു. അപ്പം ഇനി നോണിനെ എഴുന്നേൽപ്പിക്കണം. എന്നിട്ട് റെഡിയാക്കി വേഗം നമുക്ക് ഗുരുവായൂരിലേക്ക് തൊഴാൻ പോകാം. പൗച്ച്. അപ്പം നമ്മുടെ കയ്യിൽ പ്രൈമറുണ്ട്, ഡാസ്ലേഴ്സ് ഉണ്ട്, പിന്നെ ഫൗണ്ടേഷൻ പ്ലസ് കൺസീലർ, ഗ്ലിമ്മറുണ്ട്, ഒരു കോമ്പാക്റ്റ് ഉണ്ട്. 7,000 പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 3,500 ആക്കിയാൽ മതിയെന്ന്. അപ്പോൾ അതിനകത്ത് 100 രൂപയുടെയൊക്കെ വ്യത്യാസം വരുമ്പോഴത്തേക്കും ഇത് ചിലത് സ്യൂട്ടാവാറുണ്ട്, അപ്പം മേടിക്കുന്നതാണ്. പിന്നെ ഇത് മാമയത്തിൻ്റെ പിങ്ക് ഷെയ്ഡ് ലിപ് ലൈനർ, ലിപ് ബാം, ദെൻ എൻ്റെ ലിപ്സ്റ്റിക് മാറ്റ് ഫിനിഷ്. ഇതൊക്കെ ഭയങ്കര കുഞ്ഞാണ് കാര്യം. ഇപ്പം എൻ്റെ ചിട്ടുണ്ട് ജസ്റ്റ് ഇത് ഞാൻ സ്മിറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പിന് വാങ്ങിയതാണ് കേട്ടോ. സ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരുപാട് ബ്രാൻഡ്സ് അതിനകത്ത് അവൈലബിൾ ആണ്. അത് തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, നമ്മൾ വാങ്ങുന്നത് നമ്മുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആണോ എന്നുള്ളതൊക്കെ. പലർക്കും പേടിയായിരിക്കും, ചിലപ്പം എന്തെങ്കിലും അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ ആയിരിക്കും കേട്ടോ ഈ സ്മിറ്റിനകത്ത്. ഇതിൽ ഞാൻ ഗൂഗിൾ പേനകത്ത് ഒരിക്കൽ ഓഫർ വന്നപ്പോഴത്തേക്കാണ് ഈ ആപ്പിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത് തന്നെ. അപ്പോൾ ഇവിടെ എന്താ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് പോയിൻറ്റ്സ് ആയിട്ടായിരിക്കും നമുക്ക് ഓഫേഴ്സ് വരുന്നത്. അപ്പോൾ ഇത്ര ക്രെഡിറ്റ് പോയിൻറ്റ്സിനകത്ത് നമുക്ക് സാധനങ്ങൾ 199 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ എനിക്ക് 6 ക്രെഡിറ്റ് പോയിൻ്റ് ആണുണ്ടെങ്കിൽ 6 ക്രെഡിറ്റ് പോയിൻറ്റ്സിന് വരുന്ന സാധനങ്ങൾ നമുക്ക് 199 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. അപ്പം ഈ 6 ചില പ്രൊഡക്ട്സിന് ഒരു പ്രൊഡക്റ്റിന് തന്നെ 3 ക്രെഡിറ്റ് പോയിൻറ്റ് കയറും, ചിലർക്ക് 4, ചിലർക്ക് 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ മിക്കവാറും നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു റിവാർഡ് എന്നുള്ള രീതിയിൽ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് തരും. അപ്പോൾ ഞാൻ ഇതിങ്ങനെ നമുക്ക് ഓരോ ക്രെഡിറ്റ് പോയിൻ്റുള്ള സാധനങ്ങൾ തപ്പിയെടുക്കണം. അതാണ് ഒരു ടാസ്ക് എന്ന് പറയുന്നത്. കാരണം ഒരു ക്രെഡിറ്റ് പോയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 6 വാങ്ങാമല്ലോ. ഇൻസ്റ്റന്റ് 3 ക്രെഡിറ്റ് പോയിൻ്റ് ആണെങ്കിൽ നമുക്ക് 2 പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ 6 പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെനിക്ക് ഒരു പ്രൊഡക്റ്റ് ഫ്രീ തന്നു. എനിക്കൊന്ന് ആ ഫ്രീ തന്ന പ്രൊഡക്റ്റാണ് ഇത് ബ്ലഷ്. അപ്പം ഇങ്ങനെ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ വാങ്ങിയത്. ഇത് എവറിയൂത്തിൻ്റെ ഒരു ബോഡി ലോഷനാണ്. അപ്പം അത്യാവശ്യം നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ കെരാറ്റിൻ്റെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്. എല്ലാം ഒന്നും എൻ്റെ കയ്യിലില്ല ഇപ്പോൾ. അതായത് കെരാറ്റിൻ്റെ ബോഡി ലോഷൻ തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ഹെയർ സെറം ഉണ്ട്. ഹെയർ സെറം ഏതൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. നോൺസ്റ്റിക്ക് യു പ്രൊഡക്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്കിൻ സ്റ്റോറിനാണ് ഇതിൻ്റെ ഒരു ടൈറ്റിൽ വെച്ചേക്കുന്നത്. ഇതൊരു ഹെയർ സെറം ഞാൻ അധികം ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പം മുടി ഓർഡർ ചെയ്തത് പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഷൈനിങ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം. എൻ്റെ കയ്യിലുള്ള മറ്റേ സ്ട്രെക്സിൻ്റെയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ഇതൊക്കെ അതിൻ്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ. ഞാൻ 6 പ്രൊഡക്റ്റ് വാങ്ങിയത് പറഞ്ഞില്ലേ, ഇത് കോഫി ഫേസ് സ്ക്രബാണ്. ഇനി ഒരു വൈറ്റമിൻ സി ബോഡി വാഷ് ഉണ്ട്. ബോഡി വാഷ് അല്ല, ഫേസ് വാഷ്. അത് വൈറ്റമിൻ സിയുടെ പൗഡറാണ് കേട്ടോ. ശരിക്കും വൈറ്റമിൻ സി ഒരു പൗഡറുടെ ഫോമിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ലൊരു ബോട്ടിൽ, ഇങ്ങനെ ഈ ടെസ്റ്റ് ട്യൂബിനകത്ത് ക്യാപ്പൊക്കെ ഇട്ടിട്ട് പോലത്തെ ഒരു ബോട്ടിൽ. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് വാട്ടർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫോംസ് വരും. എന്നിട്ട് അകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സ്മെല്ലും അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ആവുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് എത്ര 1, 2, 3, 4, 5 ഒരു നോടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ബോഡി ലോഷൻ അങ്ങനെ സാധ്യതയുള്ളൂ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ബോഡി ലോഷൻസ് ഒക്കെ ആയിരുന്നു. അല്ല, ഏതോ ഒന്നേ മാത്രം എനിക്ക് തോന്നുന്നു ഈ ബോഡി ലോഷന് 2 ക്രെഡിറ്റ് പോയിൻ്റ് ആയിരുന്നു തോന്നുന്നു. അങ്ങനെ എനിക്ക് ടോട്ടൽ 6 പ്രൊഡക്റ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഞാൻ എല്ലാ പ്രൊഡക്ട്സിനും ഹാപ്പിയാണ്. ഇത് തീർന്നിട്ട് വേണം എനിക്ക് പുതിയത് ഓർഡർ ചെയ്യാനായിട്ട്. അപ്പം എനിക്ക് ഹെയർ സെറം മാത്രം അത്ര ഇഷ്ടപ്പെട്ടില്ല. അതായത് നോൺ സ്റ്റിക്കിയാണ്, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഒരു ഷൈനിങ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എന്നാലും ഈ എണ്ണ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു സുഖം കിട്ടുന്നില്ല. അപ്പം പെട്ടെന്നൊക്കെ ട്രൈ ആയി പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയെല്ലാം അടിപൊളിയാണ്. അപ്പം നിങ്ങൾക്കും ട്രൈ ചെയ്യാം കേട്ടോ. നല്ലൊരു ആപ്പാണ് സ്മിറ്റ്. ഇനി നമുക്ക് ഇതിലേക്ക് വരുന്നാലും അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾക്ക് ഇത് ചെയ്യാം. ഇതിൻ്റെ കുറേ സ്റ്റെപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റായിട്ട് നമുക്ക് സ്കിൻ ടോണർ അപ്ലൈ ചെയ്യണം. അപ്പം പക്ഷേ
മാത്രമേ ഉള്ളൂ, ബോഡി മോയ്സ്ചറൈസർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനത് കുറച്ച് അപ്ലൈ ചെയ്യാണ്. ഇത് കെരാറ്റിനായതുകൊണ്ട് അത്യാവശ്യം പ്രോട്ടീൻ റിച്ച് ആണല്ലോ, സോ സ്കിന്നിന് നല്ലതായിരിക്കും. ജസ്റ്റ് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാറ്. വേറെ ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഇതുണ്ടാകാൻ വേണ്ടി മാത്രം, ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാകാൻ വേണ്ടി മാത്രം. പിന്നെ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഡ്രൈനെസ്സിന് പ്രിവെൻറ്റ് ചെയ്തോളൂ. നമ്മൾ കുറച്ച് അധികം നേരം ടൂലൊക്കെ നിൽക്കുമായിരിക്കും. ഇതിന് നമുക്ക് പ്രൈമർ അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് പ്രൈമർ എടുക്കാം. പറഞ്ഞതുപോലെ ഇതൊരു ബേസ് കോട്ടാണെങ്കിൽ പിന്നെ ഭയങ്കര കറക്റ്റായിട്ടും ഇരുന്ന് കൂട്ടും. ഇനി എനിക്ക് പ്രത്യേകിച്ചൊന്നും അപ്ലൈ ചെയ്യാനില്ല. ഞാനൊരു കുഞ്ഞ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. സോ എനിക്കിനി സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യാനുള്ളത്. ഈ ഡാർക്ക് സർക്കിൾസ് ഒക്കെ എനിക്ക് ഒരുപാടുണ്ട് കേട്ടോ, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ എല്ലാം ഒന്ന് കവർ ചെയ്യാനായിട്ടാണ് ഒന്നല്ല ചെയ്യുന്നത്. സോ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കും. ഇല്ല അധികം വെയിൽ ഒരുപാട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കണ്ണിൻ്റെ ചുറ്റിലുള്ള കറുത്ത വടക്കൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഹൈലൈറ്റർ യൂസ് ചെയ്യാം. അത് ഞാൻ എപ്പോഴും ഉപയോഗിക്കില്ല, വല്ലപ്പോഴും മാത്രമേ ഉപയോഗിക്കുള്ളൂ. എന്നിട്ട് ഇതുകൊണ്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ണിൻ്റെ ഭാഗം മാത്രം ഒന്ന് വൃത്തിയാക്കിയിട്ടും നമുക്ക് ഭയങ്കര പാട് പിടിച്ച് ഇരിക്കുന്നൊക്കെ ഉണ്ടാവും. പക്ഷേ അത് കോമ്പാക്റ്റ് കിട്ടുമെങ്കിൽ സെറ്റ് ആയിക്കോളൂ കേട്ടോ. പിന്നെ കണ്ണെഴുതി കഴിയുമ്പോഴത്തേക്കും നോക്കിൻ്റെ കുറച്ച് ഭാഗത്തേക്ക് കൂടെ നമുക്ക് സ്പ്രെഡ് ആക്കി കൊടുക്കാം. അപ്പം സോ അത് മതി. ഇനി വേണ്ടത് നമ്മളുടെ ഐലൈനർ എടുത്തിട്ട് കണ്ണെഴുതുന്ന പെൻസിൽ ഐറ്റംസ് എടുക്കാൻ പോകുന്നു. അതെന്താവട്ടെ. ഇനി നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാം. ചിലർ കോമ്പാക്റ്റായിട്ട് ഇട്ടിട്ടായിരിക്കും ബ്ലഷ് അപ്ലൈ ചെയ്യണം. പക്ഷേ അത് എൻ്റെ ബ്ലഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ നമ്മുടെ ക്രീംസിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പം ഈ പൗഡേഡ് സാധനങ്ങളെല്ലാം ക്രീമി നാച്ചുറലിനകത്തുള്ളതെല്ലാം അപ്ലൈ ചെയ്തിട്ട് വേണം പൗഡേഡ് നാച്ചുറലിനകത്തുള്ളത് അപ്ലൈ. കോമ്പാക്റ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി പൗഡറാണല്ലോ ഇതിനേക്കാൾ. അപ്പോൾ ഞാൻ ആദ്യം ഇതാണ് അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ലിപ്പിനകത്ത് വേണമെങ്കിൽ ഒന്ന് ലിപ്പം ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഐ ഷാഡോ ആയിട്ട് ഇവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം. എനിക്ക് ഇഷ്ടമാണ്. അപ്പം പക്ഷേ എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ചെയ്ത് കൊടുക്കാം. 5 വയസ്സ് എനിക്കെല്ലാത്തിനും ഈ ഒരു പൗഡർ പഫ് മാത്രമേ ഉള്ളൂ. ഇത് ഒരു നല്ല ശീലമല്ല. എല്ലാത്തിനും സെപ്പറേറ്റ് പൗഡർ പഫ്സ് ഒക്കെ വേണമെന്നൊക്കെയാണ്, ഓരോ ടൈപ്പ് ഓഫ് ബ്രഷ് ഒക്കെ വേണമെന്നൊക്കെയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ എൻ്റെ കയ്യിൽ ഇതൊരെണ്ണം മാത്രമേ ഉള്ളൂ. മേക്കപ്പിനോടൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയത് ഇപ്പോൾ കുറേ യൂട്യൂബ് ചാനൽസ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സോ ഇനി ഓരോന്നോരോ എൻ്റെ മേടിക്കണം. ഏകദേശം നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിടാം. കോമ്പാക്റ്റ് ഇടാം. ഈ കോമ്പാക്റ്റ് ഇടുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ, ഭയങ്കര ഒരു നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ലുക്കൊക്കെ കിട്ടും. പക്ഷേ ഇച്ചിരി എന്തെങ്കിലും സെറ്റ് ആയിക്കോളും. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ഇത് നമ്മുടെ ഫേവറേറ്റ് ലിപ് ലൈനർ, സോറി ലിപ് ബാം. ഞാൻ നേരത്തെ ലിപ് ലൈനർ മാത്രമായിരുന്നു ലിപ്സ്റ്റിക്കിന് വേറെ ഉപയോഗിക്കുള്ളൂ. ലിപ് ബാം ലിപ് ലൈനർ, അതുകൊണ്ടാണ് ലിപ് ബാം ഇത്ര നീളത്തിലുള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ലിപ് ലൈനർ എടുക്കാൻ പറ്റില്ല. പിന്നെ ലിപ്സ്റ്റിക്, നമ്മുടെ ഫേവറേറ്റ് പിങ്ക് മാറ്റ്. അല്ല ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ വലിയ കാര്യമായിട്ട് തോന്നത്തില്ല. കണ്ണെഴുതാനായിട്ട് ആദ്യം തന്നെ നമുക്ക് താഴെ ലൈൻ വരച്ചെടുക്കാം. എന്നിട്ട് ഇതാക്കാൻ പറ്റും. മേലനപ്പുറത്തും മൂന്ന് മണിക്ക് നട പറഞ്ഞാൽ 3 മണിക്ക് ജോലി കയറി മനസ്സിലാൻ പറ്റത്തില്ല. അവിടെ എത്തണം. നമ്മളൊരാൾക്ക് പൈസ കൊടുത്തതാണേലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഞങ്ങളെ പറ്റിച്ചു പൈസ. ഒരാൾ നമ്മളെ പറ്റിച്ചു. അയാളറിയോ നീ? എൻ്റെ ചിത്രം അത് വീട്. നമ്മളിങ്ങനെ നെഗറ്റീവ് ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ നെഗറ്റീവ്. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ മേക്കപ്പ് ലുക്ക്.
അപ്പോൾ നല്ലതാണെന്നാണ് ചേട്ടൻ പറഞ്ഞേക്കുന്നത്. സോ നമുക്കൊരു പൊട്ടും കൂടെ തൊട്ടിട്ട് പോവാം. എൻ്റെ കയ്യിൽ കമ്മലില്ല ഗൈസ്. അപ്പോൾ ഇന്നലെ ഇട്ട കമ്മൽ തന്നെ ഇട്ടിട്ട് പോകണം. സോ അതൊരു പച്ച കമ്മല, നമുക്കതുകൊണ്ട് പച്ച പൊട്ടോടാം. എന്താ രോചകാവസ്ഥ വേണ്ട, മെറു കോമൺ പൊട്ടോടാം. ഗണനായകായ ഗണദൈവതായ ഗണേശാനായ ധീമഹി ഗുണപ്രവിഷ്ടായ അത്രയേ ഉള്ളൂ. സോ ബൈ ബൈ. സോ നമ്മളെല്ലാവരും റെഡിയായി. എൻ്റെ മുല്ലപ്പൂ കാണുന്നില്ലല്ലോ. അതെ, മുല്ലപ്പൂക്കെ ഉണ്ട്. അവൾക്കത് മതി, പിങ്ക് ആയതുകൊണ്ട് എടുക്കുന്നത്. സോ ഇനി നമുക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ തിരിച്ച് തൊഴുത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമുക്ക് ഇനി കാണാം. അപ്പോൾ ഇതാ ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണേ. സാധനമൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ട് ഒരുപാട് നേരമായി. ഇങ്ങനെ ഒരു റൂമും കൂടെ ഉണ്ട് കേട്ടോ ഇതിന്. ഇവിടെ ഒരു ചെറിയ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. മോനിട്ടി ബൈ പറ. ബൈ. അങ്ങനെ ഒട്ടും വയ്യ. അപ്പോൾ ശരി, നമുക്ക് പിന്നെ കാണാം. വീഡിയോ എന്ത് രസമാക്കും ഞാൻ വീഡിയോ എടുക്കുന്നത്. അയ്യോടാ, എന്ത് ഭംഗിയായിട്ട് വരച്ചിരിക്കുന്നല്ലേ.
വാനോന് പോയി ഫ്രണ്ടിൽ നോക്കി കിടക്കാം ഓടല്ലേ. അങ്ങോട്ട് നോക്കിട്ടാ. സാധനങ്ങളൊക്കെ വായിടിച്ച് ഇരിക്കുകയാണ്. ഇതുണ്ട് നോനു ഇതിൻ്റെ പേരെന്താ? വാങ്ങി പേര് വിട്ടു ടിട്ടുലാല. നോനിക്ക് ഡ്രസ്സിന് മാച്ചാവുന്ന ടോയൊക്കെ വാങ്ങി. പിന്നെ ഇത് നമ്മൾ ഫോട്ടോ വാങ്ങി. പിന്നെ എന്തൊക്കെ വാങ്ങി? പിന്നെ കുഞ്ഞു കുഞ്ഞു കുറച്ച് സാധനങ്ങൾ. അപ്പം പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകാൻ നോക്കട്ടെ. ഞങ്ങൾക്ക് 2 മണി വരെ അലോട്ട് ചെയ്തേക്കുന്ന സമയം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെക്കേറ്റ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ഗുരുവായൂർ വിശേഷങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.